കോമഡി കാണണമെങ്കിൽ മൂവി തിരിഞ്ഞൊന്നും പോകേണ്ട ഒരു കാര്യവുമില്ല. ഒരു ദിവസം ഇവറ്റകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാലും വായിച്ചാലും മാത്രം മതി. ഒരു പോസ്റ്റ് കണ്ടാൽ മതി, ഒരു കൊല്ലം ചിരിക്കാനുള്ള വക അതിൽ നിന്ന് കിട്ടും. അധികാരം കിട്ടിയാൽ ഇങ്ങനെയും ഭ്രാന്തായി മാറും എന്ന് തെളിയിച്ചു തരുന്ന വേറെ ഏത് നേതാക്കളാണ് നമുക്കുള്ളത്? അച്ഛന്റെ പ്രവൃത്തിയും സാധാരണക്കാരോടുള്ള പെരുമാറ്റവും രാഷ്ട്രീയവും കാരണം സ്വന്തം മക്കൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാക്കി മാറ്റിയിരിക്കുകയാണ് തൃശൂരിന്റെയും കേരളത്തിന്റെയും അപമാനമായ ഈ പൊട്ടൻ. ഗ്യാസിനും പെട്രോളിനും വില കൂട്ടിയതും പോരാ, പിന്നെ ഒരുമാതിരി ഒലക്കമേല ന്യായീകരണവും. നാണമില്ലാത്ത വർഗം. നേതാക്കന്മാർ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന പേനയും കണ്ണാടിയും ചെരുപ്പും വസ്ത്രവും ധരിച്ച് ഒരു ഉളുപ്പുമില്ലാതെ നടക്കുന്നു. കൂടാതെ ഒരു മന്ത്രിക്ക് സഞ്ചരിക്കാൻ ഒന്നിൽ കൂടുതൽ കാറുകൾ. അല്പം അന്തസ്സുള്ളവനാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാതെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എന്നാലോ പെട്രോളിന് വില കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. പെട്രോളിന് വില കൂടുന്നതിനെ കുറിച്ച് സംസാരിക്കാതെ കേരളത്തിൽ അതിന്റെ നികുതി കുറയ്ക്കാൻ നടക്കുകയാണ്. ഞങ്ങൾ കേന്ദ്രം വില കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും, എന്നാലോ കേരളത്തിൽ നികുതി കുറച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുകയും ചെയ്യും. അതാണ് ഞങ്ങൾ. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിവരം. ഞങ്ങളെപ്പോലുള്ള മണ്ടന്മാരായ നേതാക്കളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ നിങ്ങൾ അത് മനസ്സിലാക്കൂ എന്നാണ് ഇവർ പറയാതെ പറയുന്നത്. റഷ്യയും ഇറാനും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എണ്ണയും ഗ്യാസും തരാമെന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ നേതാക്കൾ അത് വാങ്ങാൻ തയ്യാറാകുന്നില്ല. കാരണം നമ്മുടെ നേതാക്കൾ എപ്സ്റ്റീൻ ഫയലിൽ കുടുങ്ങിയത് കാരണം അമേരിക്കയിലെ വിഷജന്തുവായ ട്രംപിന്റെ ആസനം നക്കിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആടാൻ പറഞ്ഞാൽ ആടാനും കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ കുനിഞ്ഞു നിൽക്കാനുമുള്ള പാവകളായി മാറിയിരിക്കുകയാണ് നമ്മുടെ നേതാക്കൾ. അതുകൊണ്ടല്ലേ നമ്മുടെ സുന്ദരമായ ഇന്ത്യയെ നരകമെന്ന് വിളിച്ച് ട്രംപ് പരിഹസിച്ചപ്പോഴും അതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ പോലും നമ്മുടെ നേതാക്കന്മാർക്ക് കഴിയാതെ പോയത്? മാത്രമല്ല, ദാ ഈ വീഡിയോ കണ്ടു നോക്ക്. ഇന്ത്യയിലെ കോടിക്കണക്കിനായ ജനങ്ങൾ ആദരിക്കുന്ന നമ്മുടെ അഭിമാനമായ ത്രിവർണ്ണ പതാക അവിടെയുള്ള ഒരു പരമച്ചറ്റ പിച്ച് ചീന്തുന്നത് പബ്ലിക്കായി വന്ന് കാണിച്ചിട്ട് പോലും അതിനെതിരെ ശബ്ദിക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രാജ്യം കുട്ടിച്ചോറാക്കാൻ നടക്കുന്ന നേതാക്കന്മാർക്ക് ഇത് കണ്ടാൽ ഒരുപക്ഷെ വേദനിക്കണമെന്നില്ല. എന്നാൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് കണ്ടാൽ നന്നായിട്ട് വേദനിക്കും. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത്രയധികം നാണം കെടുത്തിയ ഒരു ഭരണകൂടം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള പരമസത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേന്ദ്രം കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ ചോദ്യം ചെയ്യാതെ കേരളത്തിൽ വന്ന് ഓരോ ജനങ്ങളും ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ കണക്കെടുക്കാനാണോ താങ്കൾ ജയിപ്പിച്ച് അങ്ങോട്ട് അയച്ചത്? ഇദ്ദേഹത്തിന്റെ സംസാരവും പോക്കും വരവും മട്ടും ഭാവവും ഒക്കെ കണ്ടാൽ ഇന്ത്യ എന്ന മഹാരാജ്യം ഉണ്ടാക്കിയത് ഇദ്ദേഹമാണെന്നും ഇന്ത്യ എന്ന മഹാരാജ്യം ഇദ്ദേഹത്തിന്റെ തലയിലൂടെയാണ് ഓടുന്നതെന്നുമുള്ള ഭാവമാണ്. എന്നാലോ വാ തുറന്നാൽ മണ്ടത്തരവും വിവരക്കേടും മാത്രം. അത് കേട്ട് താങ്ങി നടക്കാൻ വിവരദോഷികളായ കുറച്ച് അണികളും. കഷ്ടം.